ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറേ ദിവസങ്ങൾ കഴിഞ്ഞതിന് ശേഷം നമ്മളെ മുഖ്യമന്ത്രിനെ തിരഞ്ഞെടുത്തു. ആര്? കോൺഗ്രസിൻ്റെ, അതായത് UDFന്റെ ടീംസ് നമ്മളെ മുഖ്യമന്ത്രിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ ഇപ്പോൾ 15-ാം തീയതി ഇവരുടെ ഒരു ഗ്യാരണ്ടി ആയ നമ്മുടെ ബസ്സിൽ, KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യമാക്കണം എന്നുള്ള 15-ാം തീയതി എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനോട് ബന്ധപ്പെട്ടിട്ട് അപ്പം BJP പ്രവർത്തകരും BJPന്റെ കുറേ മഹിളാ അണികളും ചേർന്നിട്ട് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ BJPന്റെ മഹിളാ പ്രവർത്തകർ അവർ ചെയ്യുന്നതിന് എതിരെ എൻ്റെ ഫേസ്ബുക്കിലൊരു നമ്മളൊരു ചങ്ങായി, അതായത് കോൺഗ്രസ്സുകാരൻ, ഒരു ന്യായീകരണമായിട്ട് വന്നിട്ടുണ്ട്. എന്താണെന്നല്ല ഇതെന്ന് നോക്കും. അയാളുടെ പോസ്റ്റിങ്ങിനാണ് നിങ്ങൾ താഴെ കാണുന്ന പോലെ, സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര എന്ന വാഗ്ദാനം UDF പാലിക്കുക. KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര വൈകുന്നതിനെതിരെ വനിതകളുടെ പ്രതിഷേധ പ്രകടനവും ടിക്കറ്റില്ലാ യാത്രയും മെയ് 15 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് KSRTC സ്റ്റാൻഡ് കാസർഗോഡ് ഉദ്ഘാടനം ചെയ്യുന്നതാരാ? അശ്വിനി MLA, ആര്? BJP കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്. അപ്പോൾ ഈ പോസ്റ്റിന്റെ ഇടാനും ഇതിന്റെ മുകളിൽ ഈ വ്യക്തി ഇട്ടൊരു കാര്യങ്ങളുണ്ട്. വിവരദോഷികളുടെ കൂട്ടായ്മയായി മാറി കേരളത്തിലെ BJP എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മന്ത്രിസഭ പോലും നിലവിൽ വരാത്ത സ്ഥലത്ത് ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിനെതിരെ സമര ആഭാസം. സാധാരണക്കാരന്റെ അക്കൗണ്ടിൽ 15 ലക്ഷം വരുമെന്ന് പറഞ്ഞ് പറ്റിച്ചവർക്ക് പെട്രോൾ ലിറ്ററിന് 50 രൂപയാക്കുമെന്ന് പറഞ്ഞവർക്ക് എന്ത് യോഗ്യത? ഈ പാർട്ടിയുടെ കോമാളി. ആക്ച്വലി ഈ കോമാളി വേഷം എന്നൊക്കെ പറഞ്ഞ് ഇവനെ ആലപിക്കുന്നതിന്റെ മെയിനൊരു കാര്യം അങ്ങോട്ടൊന്ന് ചോദിക്കാറുണ്ട് നിങ്ങളോട്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് എത്ര ദിവസമായി ഇവർ കോൺഗ്രസിന്, അതായത് UDF ടീംസ് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തള്ളിയിട്ടാണ് ഇപ്പോൾ ലാസ്റ്റ് VD സതീശനെ മുഖ്യമന്ത്രിയാക്കി എടുത്തത്. അപ്പോൾ ഈ കോമാളി വേഷം എന്ന് പറയുന്ന ഇവനൊക്കെ ചേർന്നിട്ടല്ലേ ഇവിടുത്തെ ജനങ്ങളെ കോമാളി വേഷം കെട്ടിക്കുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ആണ് കേട്ടോ.